an ellipse passing through 3, 1 having 4c plus or minus 4, 0. Then find the length of major axis. Major axis in the length കാണണം. The standard equation of ellipse. Ellipse in the standard equation കണ്ടുപിടിക്കണം. The eccentricity and the length of latus rectum. Eccentricity length of latus rectum കാണണം. അപ്പൊ എലിപ്സ് പാസ് ചെയ്യുന്നത് 3, 1 ഹാവിംഗ് 4c അറ്റ് മൈനസ് 4, 0. അപ്പൊ അതിന്റെ ഫോക്കസ് എടുക്കുന്നത് എവിടെയാ? എക്സ് ആക്സിസിലാ അല്ലെ? മൈനസ് 4, 0, 4, 0. മൈനസ് 4, 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 4, 0 ഇവിടെ കിട്ടും. അപ്പോ ഈ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതല്ലേ എലിപ്സിന്റെ ഇക്വേഷൻ. അതില് 4c എന്ന് പറയുന്നത് C0 ആണ് ഈ തന്നേക്കുന്നത്, അല്ലെങ്കിൽ മൈനസ് C0. C ഈക്വൽ ടു 4 നിൽക്കും. C ഈക്വൽ ടു 4. അപ്പോ C സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 4ന്റെ സ്ക്വയർ 16 ഒന്നാമത്തെ ഒരു ഇക്വേഷൻ ആയി. ഓക്കെ, പിന്നെ ഈ എലിപ്സ് ഇത് നമ്മൾ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തോ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തോ. എലിപ്സിന്റെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 16 അത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ഈ എലിപ്സ് പാസ് ചെയ്യുന്നത് ഏത് പോയിന്റിൽ കൂടെയാ? ഇക്വേഷൻ 1 passes through 3, 1. Then എക്സിന് 3 കൊടുക്കണം, വൈക്ക് അവിടെ 1 കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 9 ബൈ എ സ്ക്വയർ പ്ലസ് 1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതിൽ നിന്നും ബി സ്ക്വയറിന്റെ വാല്യൂ അല്ലെങ്കിൽ എ സ്ക്വയറിന്റെ വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടിന്റെയും LC കൊടുത്താൽ 9 ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഈക്വൽ ടു 1 എഴുതാം അല്ലെ? എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയറിൽ LC കിട്ടുന്നത്. അപ്പൊ ബി സ്ക്വയർ കൊണ്ട് 9 മൾട്ടിപ്ലൈ ചെയ്യണം, എ സ്ക്വയർ കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവിടെ നിന്നൊന്നുകിൽ ബി സ്ക്വയർ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് 16 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ ഫ്രം 2 ബി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോവാ, 16 ഇങ്ങോട്ട് കൊണ്ടുവരാം, എ സ്ക്വയർ മൈനസ് 16 കിട്ടും. അത് ബി സ്ക്വയറിന് പകരം എ സ്ക്വയർ മൈനസ് 16 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 16 പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്നല്ല ഇവിടെ തന്നെ, ബി സ്ക്വയറിന് പകരം എ സ്ക്വയർ മൈനസ് 16 കൊടുക്കാം. ദാറ്റ് ഈസ് 9 എ സ്ക്വയർ മൈനസ് 144 പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എ റൈസ് ടു 4 മൈനസ് 16 എ സ്ക്വയർ. ഓക്കെ, ഇനി എന്നിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് 9 എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 10 എ സ്ക്വയർ ഉണ്ട്, അത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവിടെ എ റൈസ് ടു 4 ഉണ്ട്, മൈനസ് 16 എ സ്ക്വയർ ഉണ്ട്. ഇവിടുന്ന് 10 എ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോഴോ മൈനസ് 26 എ സ്ക്വയർ കിട്ടും. പിന്നെ മൈനസ് 144 അപ്പുറത്ത് പോകുമ്പോ പ്ലസ് 144 വരും, ഈക്വൽ ടു 0. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 144 ആഡ് ചെയ്യുമ്പോ മൈനസ് 26 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ എന്തായാലും രണ്ട് നമ്പറും നെഗറ്റീവ് ആയിരിക്കും അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 144 കിട്ടണം, ആഡ് ചെയ്യുമ്പോ മൈനസ് 26 കിട്ടണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ 144 ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ 72 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 36 വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 18 കിട്ടും. അപ്പൊ ഇപ്പൊ എത്രയായി? 2 into 2 4 into 2 8
8ഉം 18 ആകുമ്പോൾ 26 ആവൂലേ അല്ലെ? 18 -18 -8 ആണെങ്കിൽ -26 കിട്ടും. -18 ഇൻറ്റു -8 മൾട്ടിപ്ലൈ ചെയ്താൽ 144 കിട്ടും. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? അവിടെ -18ഉം -8ഉം കിട്ടും, രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ a² - 8 ഇൻറ്റു a² - 18 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ a² - 8 0 ആണെങ്കിൽ a² ഈക്വൽ ടു 8 എന്ന് വരും, ഓർ a² ഈക്വൽ ടു 18 എന്ന് വരും. ഓക്കെ, a² രണ്ട് വാല്യൂ കിട്ടി. ഇനി ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, b² എന്ന് പറഞ്ഞാൽ a² - 16 ആണ്. a² - 16. അപ്പൊ a² നമ്മൾ 8 കൊടുത്താൽ, a² ഇവിടെ നമ്മൾ 8 എന്ന് കൊടുത്താൽ 8 - 16 എന്ന് പറയുമ്പോ b² നെഗറ്റീവ് ആയി പോകും. അപ്പൊ ഇവിടെ a² നമുക്ക് എന്ത് എടുക്കാൻ പാടില്ല? 8 എടുക്കാൻ പാടില്ല. അപ്പൊ b² ഈക്വൽ ടു a² 18 കൊടുക്കുക. 18 - 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. b² വാല്യൂ 2, a² ഈക്വൽ ടു 18 വരും. അപ്പോ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ത് എഴുതാം? x² by 18 പ്ലസ് y² by 2 ഈക്വൽ ടു 1 കിട്ടി എലിപ്സിന്റെ ഇക്വേഷൻ. അല്ല, x² by a² പ്ലസ് y² by b² ഈക്വൽ ടു ഇവിടെ 16 മൈനസ് അല്ലെ b² a² ഈക്വൽ ടു 16 മൈനസ് b². ഓക്കെ, അല്ല ഇവിടെ നമുക്ക് ഇക്വേഷനിൽ തന്നേക്കുന്നത് a² രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതില് ഇനി ഇവിടെ b² ആണുമ്പോ b² ഈക്വൽ ടു a² - 16. ഓക്കെ, അപ്പോ a² a² 18 വരില്ല, 8 വരില്ല, 18 വരുള്ളൂ അല്ലെ? a² ഈക്വൽ ടു 18 ആണ് കിട്ടുക. അപ്പൊ b² ഈക്വൽ ടു 2 തന്നെ വരും. അപ്പൊ then equation of ellipse x² by 18 plus y² by 2 equal to 1 എഴുതാം. ഓക്കെ, ഇനി അതിൽ എന്തൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട് നോക്കി. അതിനകത്ത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a. a² എന്ന് പറയുന്നത് 18 കിട്ടി അല്ലെ? a² എന്ന് പറയുന്നത് 18, അപ്പൊ a എന്ന് പറയുന്നത് 9 വരും. എന്ന് പറയുന്നത് √18 കിട്ടും a എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ദാറ്റ് ഈസ് √2 ഇൻറ്റു √18 വരും ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ദെൻ അടുത്തത് തന്നേക്കുന്നതോ ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. അത് നമ്മൾ എഴുതിയല്ലോ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് എഴുതി. ഇനി the eccentricity and length of lateral rectum. Eccentricity എന്ന് പറയുന്നത് E equal to C by A. അതില് C² എന്ന് പറഞ്ഞാൽ a² - b². a² - b². അതിൽ സിയുടെ വാല്യൂ നമുക്കറിയാം 4 അല്ലെ? സിയുടെ വാല്യൂ അറിയാലോ 4. ഡയറക്റ്റ് അത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഈക്വൽ ടു 4 by a. a² 18, അപ്പൊ a എന്ന് പറയുന്നത് √18 വരും. √18 4 by √18 ആണ് എസെൻട്രിസിറ്റി കിട്ടുന്നത്. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നതോ L' 2b² by a. ദാറ്റ് ഈസ് 2 ഇൻറ്റു b². b² എന്ന് പറയുന്നത് 2 അല്ലേ? നോക്കി, 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ a. എന്ന് പറയുന്നത് √18. അപ്പൊ ദാറ്റ് ഈസ് 4 by √18 കിട്ടും. 4 by √18 അതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കിട്ടുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് കിട്ടി, എസെൻട്രിസിറ്റി കിട്ടി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കിട്ടി, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കിട്ടി. ഓക്കെ, then next question, the length of latex rectum of the parabola. അപ്പൊ അതിൽ നമുക്ക് തന്നിരിക്കുന്നത് y² ഈക്വൽ ടു -8x എന്നാണ്.
y square equal to minus 8x. Then y square equal to minus 4ax എന്ന് പറയുന്ന ഫോം അല്ലേ? അതിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ് 4a. 4a ഈക്വൽ ടു അപ്പൊ 8 എന്ന് എഴുതാം അല്ലെ? എക്സിന്റെ കോയിഫിഷ്യന്റ് 4a. 4a ഈക്വൽ ടു 8. മൈനസ് 4a ഈക്വൽ ടു മൈനസ് 8 നിർത്താനും കുഴപ്പമില്ല. 4a ഈക്വൽ ടു 8. ഇതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കിട്ടുന്നത് അല്ലെ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് പരാബോള 4a. അത് y സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിലും x സ്ക്വയർ ഈക്വൽ ടു 4ay ആണെങ്കിലും y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax ആണെങ്കിലും x സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay ആണെങ്കിലും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 4a. അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ പരാബോള 8 എന്ന് കിട്ടും. 8 അതിൽ ഓപ്ഷൻ 2 സെക്കൻഡ് ഓപ്ഷൻ ഇതാണ് വരുന്നത് കേട്ടോ, 8. ഓക്കെ, ഓപ്ഷൻ 2 വരും. 2. ദെൻ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ നോക്കി, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 4C, the vertices, the length of major axis, minor axis, the eccentricity and the length of latus rectum of the ellipse. ആ എലിപ്സിന്റെ ഇതെല്ലാം കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് തന്നേക്കുന്നത് x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1 അല്ലെ? x സ്ക്വയർ ബൈ a സ്ക്വയർ. അപ്പൊ a എന്ന് പറയുന്നത് a square equal to 25, b square equal to 9, then c square equal to, ഇവിടെ മേജർ ആക്സിസ് ഏതാ? x ആക്സിസ് ആണ് മേജർ ആക്സിസ്. കാരണം x സ്ക്വയറിന്റെ താഴെ വരുന്ന ടേമിലെ വലുത് 25 കണ്ടോ? അപ്പോ മേജർ ആക്സിസ് x ആക്സിസ് ആണ്. c സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ. 25 മൈനസ് 9 ഈക്വൽ ടു 16 കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ നോക്കി, കോർഡിനേറ്റ് ഓഫ് 4C. അപ്പൊ ഇതിന്റെ 4C എന്ന് പറയുന്നത് 4C പ്ലസ് ഓർ മൈനസ് C0, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 40 എന്ന് കിട്ടും അല്ലെ? C സ്ക്വയർ 16 ആണ്. അപ്പൊ സിയുടെ വാല്യൂ a എന്ന് പറയുന്നത് 5 കിട്ടും, b ഈക്വൽ ടു 3 കിട്ടും, c ഈക്വൽ ടു 4 വരും. ഓക്കെ, അപ്പോ പ്ലസ് ഓർ മൈനസ് 40 ആണ് 4C കിട്ടുന്നത്. ഇനി അടുത്തതോ, ദ വെർട്ടീസസ്. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് a0, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 50 ആണ് വെർട്ടീസസ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a. 2a ഈക്വൽ ടു 2 ഇൻറ്റു 5, 10 യൂണിറ്റ് കിട്ടും മേജർ ആക്സിസിന്റെ ലെങ്ത്. ഇനിയോ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു 2b, ദാറ്റ് ഈസ് 2 ഇൻറ്റു b എന്ന് പറയുന്നത് 3 അല്ലെ? 2 ഇൻറ്റു 3 6 എന്ന് കിട്ടും മൈനർ ആക്സിസിന്റെ ലെങ്ത്. എസെൻട്രിസിറ്റി. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ c ബൈ a. c എന്ന് പറയുന്നത് 4, a എന്ന് പറയുന്നത് 5. ഓക്കെ, പിന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം l ഡാഷ് നിർത്താൽ 2b സ്ക്വയർ ബൈ a, ദാറ്റ് ഈസ് 2 ഇൻറ്റു b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ബൈ a എന്ന് പറയുന്നത് 4, സോറി a എന്ന് പറയുന്നത് 5, a 5. ഓക്കെ, അപ്പോ 18 ബൈ 5 എന്ന് കിട്ടും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. അത്രയല്ലേ കാണാൻ പറഞ്ഞേക്കണേ നോക്കി. അപ്പോ എലിപ്സിലെ 4C, എസെൻട്രിസിറ്റി, വെർട്ടീസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. അത്ര ഓർത്തിരുന്നോളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 2, 2. സെന്റർ തന്നിട്ടുണ്ട് ആൻഡ് പാസിംഗ് ത്രൂ 4, 5. അപ്പൊ എന്ന് പറയുമ്പോ ഈ സർക്കിളിന്റെ സെന്റർ അറിയാം 2, 2, പാസ് ചെയ്യുന്നത് 4, 5. അപ്പൊ റേഡിയസ് കാണാൻ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ പോരെ റേഡിയസ് കാണാനായിട്ട്? റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 2 2 കിട്ടും. 2 ന്റെ സ്ക്വയർ 4 പ്ലസ് പിന്നെയോ
5 minus 2 5 minus 2 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9 റൂട്ട് 13 കിട്ടും റേഡിയസ് സെന്റർ അറിയാം then equation of circle equation of the circle is എന്ത് എഴുതാം y minus x minus 1 x minus h whole square that is x minus 2 whole square plus y minus 2 whole square equal to radius square അല്ലേ x minus h whole square plus y minus k whole square equal to r square radius square ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x square minus 4x plus 4 plus y square minus 4y plus 4 equal to 30 അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ x square plus y square minus 4x minus 4y 4 plus 4 8 കിട്ടും ഈ 30 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 30 അപ്പൊ 8 മൈനസ് 30 മൈനസ് 5 ഈക്വൽ ടു 0 വരും സർക്കിളിന്റെ ഇക്വേഷൻ അതാണ് ഒന്നാമത്തെ ഇത് കിട്ടുന്നത് രണ്ടാമത്തെ എന്താ ഫൈൻഡ് ദ എസെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ എലിപ്സ് ആ എലിപ്സിന്റെ എസെൻട്രിസിറ്റിയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടവും കാണണം ഓക്കെ അപ്പൊ എലിപ്സിന്റെ ഇക്വേഷൻ നമുക്ക് തന്നേക്കുന്നത് അവിടെ 4x square plus 9y square equal to 36 എന്നാണ് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കി മാറ്റണ്ടേ അതിനായിട്ട് എന്ത് ചെയ്യണം ഡിവൈഡിങ് ബൈ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ x square ബൈ 4 36 ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോ 9 കിട്ടും അല്ലെ ഇവിടെ ആകുമ്പോഴോ y square ബൈ 4 എന്ന് വരും ഈക്വൽ ടു 1 അപ്പൊ x square ബൈ a square പ്ലസ് y square ബൈ b square ഈക്വൽ ടു 1 അപ്പോ ഇവിടെ മേജർ ആക്സിസ് എക്സ് ആക്സിസ് തന്നെയാണ് എ സ്ക്വയർ എന്ന് പറയുന്നത് 9 കിട്ടും ബി സ്ക്വയർ ഈക്വൽ ടു 4 കിട്ടും അതില് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 5 എന്ന് കിട്ടും അല്ലെ സി സ്ക്വയർ 9 മൈനസ് 4 5 കിട്ടി സി എന്ന് പറയുന്നതോ റൂട്ട് 5 കിട്ടും അങ്ങനെയാണെങ്കിൽ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു സി ബൈ എ റൂട്ട് 5 ബൈ എ എന്ന് പറയുമ്പോൾ 3 വരും അല്ലെ എ സ്ക്വയർ 9 ആ അപ്പൊ എ ഈക്വൽ ടു 3 കിട്ടും റൂട്ട് 5 ബൈ 3 അതാണ് എസെൻട്രിസിറ്റി ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഇതോ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ ടു 2b square by a that is 2 into b square എന്ന് പറയുന്നത് 4 a എന്ന് പറയുന്നത് 9 ന്റെ റൂട്ട് 3 കിട്ടും അല്ലെ 4 by 3 അപ്പൊ that is equal to 8 by 3 യൂണിറ്റ് അത്രയും യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ് ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് കിട്ടുന്നത് ഓക്കെ 2b square എന്ന് പറയുന്നത് 4 by a എന്ന് പറയുമ്പോൾ 3 കിട്ടും ഓക്കെ അത്രയില്ല അതിൽ ചോദിച്ചേക്കുന്നത് ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 3 ഡയമെൻഷൻ ജോമെട്രി 3 ഡയമെൻഷൻ ജോമെട്രിയിൽ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒക്ടന്റുകൾ ഏതൊക്കെയാണ് ഫസ്റ്റ് ഒക്ടന്റ് സെക്കൻഡ് ഒക്ടന്റ് അത് ഓർത്തിരിക്കണം പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല സെക്ഷൻ ഫോർമുല പിന്നെ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ അതാണ് ഇവിടെ 3 ഡയമെൻഷൻ ജോമെട്രിയിൽ അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 2 4 -3 ആൻഡ് -3 5 4 ഡിവൈഡഡ് ബൈ xy പ്ലെയിൻ അപ്പൊ xy പ്ലെയിൻ എന്ന് പറഞ്ഞാൽ xy പ്ലെയിൻ എന്ന് പറയുമ്പോ അവിടെ z കോർഡിനേറ്റ് 0 ആയിരിക്കും ഇനി xz പ്ലെയിൻ എന്ന് പറയുമ്പോ xz പ്ലെയിൻ അവിടെ y കോർഡിനേറ്റ് 0 ആയിരിക്കും ഇനി yz പ്ലെയിൻ എന്ന് പറയുമ്പോ അവിടെ x കോർഡിനേറ്റ് 0 ആയിരിക്കും x ഈക്വൽ ടു 0 പിന്നെ ആക്സിസ് ആണെങ്കിലോ x ആക്സിസ് എന്ന് പറയുമ്പോൾ y-ഉം z-ഉം 0 ആയിരിക്കും y ആക്സിസ് എന്ന് പറയുമ്പോൾ x-ഉം z-ഉം അവിടെ 0 ആയിരിക്കും z ആക്സിസ് എന്ന് പറയുമ്പോൾ അവിടെ x-ഉം y-ഉം 0 ആയിരിക്കും ഓക്കെ അത് ഓർത്തിരിക്കണം അപ്പൊ ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താ നോക്കി
ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് the line segment joining the points 2, 4, -3 ആ പോയിന്റും പിന്നെ -3, 5, 4 -3, 5, 4 ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈന് ഇവിടെ ഒരു പ്ലെയിൻ ഇതാണെന്ന് വിചാരിക്കാം. XY പ്ലെയിൻ എന്ന് പറയുന്നത് XY പ്ലെയിൻ ഇതാണ്. ഇത് XY പ്ലെയിൻ. ഓക്കെ, ഒരു പ്ലെയിൻ ഇത്. അപ്പൊ ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈൻ ഇത് Q നിർത്തോ, ഇത് P നിർത്തോ, അതിനെ ഏത് XY പ്ലെയിൻ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. XY പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് അവിടെ ആറിനോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ആറിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ടത്. ആറിന്റെ കോർഡിനേറ്റ് കാണാൻ അല്ലെങ്കിൽ റേഷ്യോ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. ഹെൻസ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആറിന്റെ കോർഡിനേറ്റും കാണണം, ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും കാണണം. അപ്പോ ആർ എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ M:2 എന്ന് എടുക്കുക. എന്ന് പറഞ്ഞാൽ PR എന്ന് പറയുന്നത് M, RQ എന്ന് പറയുന്നത് QR എന്ന് പറയുന്നത് N ആയിട്ട് എടുക്കാം. അപ്പൊ XY പ്ലെയിൻ ആവുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? Z കോർഡിനേറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് Z കോർഡിനേറ്റ് കാണാനുള്ള ഫോർമുല എന്താ? ആറിന്റെ X, Y, Z കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലെ? Z കോർഡിനേറ്റ് കാണാനുള്ള ഫോർമുല എന്താ? M into Z2 M Z2 plus N Z1 by M plus N. അപ്പോ Z ന് 0 കൊടുക്കണം. M into Z2 എന്ന് പറയുന്നത് 4 പ്ലസ് N into Z1 എന്ന് പറഞ്ഞാൽ -3 അല്ലെ? ഡിവൈഡഡ് ബൈ M plus N. ഇനി M plus N പുറത്തുകൊണ്ടുവരിക. അപ്പൊ 0 into M plus N 0 equal to 4M minus 3N. 3N ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ 4M ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 4M equal to 3N കിട്ടും. or M by N equal to 3 by 4. അപ്പോ അല്ലെ M by N ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് 4 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 3 by 4. അപ്പൊ M:2 എന്ന് പറയുന്നത് 3:4 എന്ന് വരും. ഇന്റേണൽ ഡിവിഷൻ ഇന്റേണലി ഇൻ ദ റേഷ്യോ 3:4 കിട്ടും. ഇനി നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ? അതിന്റെ കോർഡിനേറ്റ് കാണാനാ, ആറിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെ? അതാ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആറിന്റെ കോർഡിനേറ്റ് X കോർഡിനേറ്റ് എന്ന് പറയുന്നത് X ഈക്വൽ ടു MX2 പ്ലസ് NX1 ബൈ M പ്ലസ് N. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു? 3, 5, 4 അല്ലെ? 3 -3 5 4. ഓക്കെ, അപ്പൊ X കോർഡിനേറ്റ് കാണാൻ M:N 3:4 കിട്ടി. ഇത് 3:4 കിട്ടി. ഇനി X കോർഡിനേറ്റ് കാണാൻ എളുപ്പമല്ലേ നോക്കി. M into that is 3 into X2 എന്ന് പറയുന്നത് -3 അല്ലെ? X2 -3 പ്ലസ് 4 into 2 divided by M plus N 3 plus 4 equal to -9 plus 8 -1 കിട്ടും. 1/7 വരും. അതുപോലെ Y കോർഡിനേറ്റ് ആണെങ്കിലോ M Y2 plus N Y1 by M plus N that is equal to M 3 into അല്ലെ? 3 into Y2 എന്ന് പറഞ്ഞാൽ 5 3 into 5 plus 4 into Y1 എന്ന് പറയുന്നത് 4 divided by M plus N that is ഇത് 15 plus 16 വരും. that is 31 കിട്ടും അല്ലെ? 15 plus 16 11 divided by M plus N 3 plus 4 7 കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ കോർഡിനേറ്റ് കിട്ടുന്നത് -1/7 31/7 0. Z കോർഡിനേറ്റ് 0 ആണല്ലോ. XY പ്ലെയിൻ ആയതുകൊണ്ട് Z കോർഡിനേറ്റ് 0 എന്ന് കിട്ടും. ഓക്കെ, then next question consider the following figure. ആ ഫിഗർ കൺസിഡർ ചെയ്യാൻ പറഞ്ഞേക്കണം. അതിൽ നോക്കി OX ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് ഈ ക്യൂബിന്റെ ഇതൊരു ക്യൂബോയിഡ് അല്ലെ? ഇത് അപ്പോ ഒരു ബോക്സ് റെക്ടാങ്കുലർ ഒരു ബോക്സ് ആണത്. ഓക്കെ, അപ്പോ OX ഈ ഡിസ്റ്റൻസ് 3 തന്നേക്കണേ.
അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പി ക്യൂ. പി ക്യൂ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. പി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതാണ് കണ്ടത് ഒന്ന്. പിന്നെയോ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് പി ക്യൂ ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3. അപ്പൊ പിയുടെയും ക്യൂവിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോ അതെങ്ങനെയായിരിക്കും കാണുന്നത്? ഇപ്പോ അതൊന്നും കൂടി ഇവിടെ വരയ്ക്കാം. ഇതുപോലെ. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആയിട്ടും ഇത് വൈ ആക്സിസ്, ഇതാണ് ഇവിടെ ഇസഡ് ആക്സിസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇസഡ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റ് ഈ പോയിന്റ് കണ്ടോ, ഇവിടെ പി, പി ഇവിടെ എസ്, എസ് എന്ന് പറയുന്ന പോയിന്റ്, പിന്നെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസിലെ പോയിന്റ് ക്യൂ. ഇത് 3 യൂണിറ്റ് എന്നുണ്ട്. ഓ, ഇത് 4 യൂണിറ്റ്, ഇത് 5 യൂണിറ്റ്. മോളിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് 5 യൂണിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ്, ഡിസ്റ്റൻസ് പി ക്യൂ ആണെങ്കിൽ ആദ്യം പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. പിയുടെ കോർഡിനേറ്റ് എവിടെയായിരിക്കും വരുന്നത്? പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ എടുക്കണമെന്ന് നോക്കിയേ. ഇവിടെ നിന്ന് ഇപ്പൊ എക്സ് ആക്സിസിലാണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റാ, 3 യൂണിറ്റ്. അപ്പോ എക്സ് കോർഡിനേറ്റ് 3ഉം അല്ലെ, വൈ ആവുമ്പോഴോ വൈ കോർഡിനേറ്റ് ഇങ്ങോട്ട്, വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 4 യൂണിറ്റ്. അതുപോലെ തന്നെ ഇസഡ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ളതാ, അതായത് താഴത്തുനിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് 5 യൂണിറ്റ്. 3, 4, 5 ആണ് പിയുടെ കോർഡിനേറ്റ് കിട്ടുന്നത്. പിയുടെ കോർഡിനേറ്റ്. ഓക്കെ, ക്യൂവിന്റെ കോർഡിനേറ്റോ? ക്യൂ എന്ന് പറയുന്നത് വൈ ആക്സിസിലെ പോയിന്റാ. ഈ ആക്സിസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ എക്സ് ഇസഡ് പോസിറ്റീവ്, സോറി 0 ആയിരിക്കും. എക്സ് ഇസഡും 0, വൈ കോർഡിനേറ്റ് 4 കിട്ടും അല്ലെ. ഈ ഡിസ്റ്റൻസ് 4 വന്നത് ഓ ക്യൂ, ആ ഡിസ്റ്റൻസ് 4. ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആണ് ക്യൂ, അവിടെ എക്സും ഇസഡ് 0 ആയിരിക്കും. അപ്പോ അവിടെ പി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണാൻ ആദ്യം പറഞ്ഞേക്കുന്നത്. ഓക്കെ, പി ക്യൂ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. റൂട്ട് ഓഫ് 3 - 0 ഹോൾ സ്ക്വയർ 9 വരും, പ്ലസ് 4 - 4 ഹോൾ സ്ക്വയർ 0 കിട്ടും, പ്ലസ് 5 - 0 ഹോൾ സ്ക്വയർ 25 കിട്ടും. അപ്പൊ ഈക്വൽ ടു റൂട്ട് 34 റൂട്ട് 34 അല്ലെ. അതാണ് പി ക്യൂ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. പിന്നെയോ ഫൈൻഡ് the coordinate of point which divides the line segment joining P and Q internally in the ratio 2:3. Internally in the ratio 2:3 ല് ഡിവൈഡ് ചെയ്യുന്ന പി ക്യൂവിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ പിയും ക്യൂവും ജോയിൻ ചെയ്യുന്ന പി എന്ന് പറയുന്ന പോയിന്റ് 3, 4, 5 ക്യൂ. ക്യൂ എന്ന് പറയുന്നത് 0, 4, 0. ഈ 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന അവിടെ ഏതെങ്കിലും എം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തോ. 2:3 ഇന്റേണൽ ഡിവിഷൻ 2:3 അതിൽ ഡിവൈഡ് ചെയ്യുന്ന അല്ലെ. ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3. 2:3 എന്ന് പറയുന്ന റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്ന ഇതിന്റെ കോർഡിനേറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് 2, ഇത്രയും 3, m:l. അപ്പൊ എമ്മിന്റെ കോർഡിനേറ്റ് നമുക്ക് എന്താ എഴുതാം? കോർഡിനേറ്റ്സ് ഓഫ് എം. അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് m×x2 അല്ലെ, 2×0 പ്ലസ് 3×3 ഡിവൈഡഡ് ബൈ 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 9/5 കിട്ടും അല്ലെ. 9/5 എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇനി എമ്മിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് m×y2 എന്ന് പറഞ്ഞ 4 അല്ലെ, പ്ലസ് n×3×4 y1 4 തന്നെ ഡിവൈഡഡ് ബൈ m+n 2 + 3 ദാറ്റ് ഈസ് ഇവിടെ 4 × 2 8 കിട്ടും. 8 + 12 20 വരും. 20/5 4 തന്നെ കിട്ടും. ദെൻ എമ്മിന്റെ ഇസഡ് കോർഡിനേറ്റ് Z equal to m into Z2 എന്ന് പറഞ്ഞ 0
പ്ലസ് n ഇൻറ്റു 3 ഇൻറ്റു z1 എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 15/5 വരും അല്ലെ 15/5 3 എന്ന് കിട്ടും. അപ്പോ എമ്മിന്റെ കോർഡിനേറ്റ്സ് കിട്ടുന്നത് 9/5 4 3 അതാണ് എന്ത് കിട്ടുന്നത് എമ്മിന്റെ കോർഡിനേറ്റ്. പി ക്യൂ എന്ന് പറയുന്ന ലൈന് 2:3 എന്ന് പറയുന്ന റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്ന ഇന്റേണൽ ഡിവിഷൻ ചെയ്യുന്ന എം എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ഓക്കെ.